ഈ ഇടവഴിയിലൂടെ നടക്കുമ്പോൾ കേരളത്തിലെ ഏതോ നാട്ടുവഴിയിലൂടെ നടക്കുന്നത് പോലെ തോന്നും. ചുറ്റും തെങ്ങും വാഴയും പപ്പായയും മാവ് പ്ലാവ് വെറ്റില മുരിങ്ങയും തുടങ്ങി പഴങ്ങളും പച്ചക്കറികളും നിരവധി. ചെമ്പരത്തിയടക്കമുള്ള ചെടികൾ പൂത്തുലഞ്ഞു നിൽക്കുന്നത് കണ്ടാൽ കേരളമല്ലെന്നൊരു മലയാളിയും പറയില്ല. ഈ ഇടവഴികൾ നടന്നെത്തിയാൽ കാണുക ഒരു മലയാളി രാജാവിന്റെ ഖബറിടമാണ്. കേരളത്തിൻ്റെതിന് സമാനമായ ഈ ഇടവഴിയിലൂടെ നടന്നു വേണം ചേരമാൻ പെരുമാൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ മക്ബറയിലേക്കെത്താൻ. കേരളം ഭരിച്ചിരുന്ന ചേരവംശ രാജാവായിരുന്ന ചേരമാൻ പെരുമാൾ എന്ന അബൂബക്കർ താജുദ്ദീൻ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഒമാനിലെ സലാലയിൽ. ഇസ്ലാം മതം സ്വീകരിച്ച് ഹജ്ജിന് പോയ ചേരമാൻ പെരുമാൾ രാജാവ് മടക്കയാത്രയ്ക്കിടെ രോഗബാധിതനാകുകയും സലാലയിൽ വെച്ച് മരിക്കുകയുമായിരുന്നെന്ന് ചരിത്രരേഖകൾ പറയുന്നു. ഞങ്ങൾ അബുദാബിന്നായിരുന്നത്, പിന്നെ സലാല കാണാൻ വേണ്ടി വന്നതാണ്. ഈ സീസണൊക്കെ ഒന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ചേരമാൻ പെരുമാളിൻ്റെ ഇത് കാണാൻ വേണ്ടി വന്നതാണ്. പിന്നെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല സീസണാണ്. വഴിയൊക്കെ നാട്ടിലെ അതുപോലെ തന്നെയാണ്. വാഴയുണ്ട്, തെങ്ങുണ്ട്. സലാലയിലെത്തുന്ന മലയാളികൾ പെരുമാളിന്റെ ഖബർ കാണാതെ മടങ്ങാറില്ല. കാലമേറെ പിന്നിട്ടിട്ടും മലയാളികൾ ചരിത്രബന്ധം തേടി ഈ ഖബറിലെത്തുന്നത് സ്വദേശികൾക്കും വിസ്മയമാണ്. ഫൈസൽ മുഹമ്മദ്, മാതൃഭൂമി ന്യൂസ്, സലാല.